ഹലോ, വെൽക്കം ബാക്ക്. അങ്കമാലി പോർക്ക് ഏത്തക്കായ റോസ്റ്റ് വളരെയധികം പോപ്പുലറായൊരു ഡിഷാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 1 കിലോ പോർക്ക് ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം വാർന്ന് കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളൊക്കെയാണ് മുറിച്ചിരിക്കുന്നത്. അത് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായി വന്നുകൊള്ളും. ഈ കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സബോള ചെറുതായിട്ട് അരിഞ്ഞത്, കറി ലീവ്സ്, 5 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇത്രയും ഒഴിച്ച് എല്ലാം കൂടി നന്നായി തിരുമ്മി യോജിപ്പിക്കുക. 5 മിനിറ്റ് തിരുമ്മിയാൽ സബോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി, ഇഞ്ചിയുടെ പേര് ഞാൻ പറയാൻ മറന്നുപോയി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചെറുതായി കട്ട് ചെയ്തിടുക, അതല്ലെങ്കിൽ പേസ്റ്റ് ഇടുക. എല്ലാം കൂടി നന്നായി തിരുമ്മി ഒരു അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ഒരു കുക്കറിലോട്ട് പകർത്തി വേവിക്കുക. ഏകദേശം വിസിൽ വന്നതിന് ശേഷം 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ 8 മിനിറ്റാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. അത് മീറ്റിൻ്റെ അനുസരിച്ച് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഞാനത് ചൂടാറിയപ്പോൾ വെയിറ്റ് മാറ്റി ആ കൂട്ടിലോട്ട് ഒരു 2 വലിയ പച്ച ഏത്തക്കായ തൊണ്ടൊക്കെ പൊളിച്ച് ചെറുതായി കട്ട് ചെയ്ത് 2ആക്കി പൊളിച്ച് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഏത്തക്കായ ഇട്ട് പോർക്കിറച്ചി വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ നെയ്യെല്ലാം വലിച്ച് ഏത്തക്കായ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനെ വേവിക്കുക. വീണ്ടും കുക്കറിൽ വേവിക്കുന്നവർക്ക് വേവിക്കാം, അതല്ലെങ്കിൽ ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ പുറത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചാലും മതി. എങ്ങനെയാലും ഏത്തക്കായ നന്നായി വെന്തു കഴിയുമ്പോൾ നമുക്കത് മാറ്റി വെച്ച് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചതും കറി ലീവ്സും ഇട്ട് നന്നായി വഴറ്റുക. പകുതി വേവാകുമ്പോൾ അതിലേക്ക് മുഴുവൻ റെഡ് ചില്ലി ഇടുക. കൂടെ തന്നെ ഈ കൂട്ടിലേക്ക് ആവശ്യമായ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സ്വല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് സ്വല്പം കുരുമുളക് പൊടിയും വേണ്ടവർക്ക് ചേർക്കാവുന്നതാണ്. എല്ലാം നന്നായി ഇളക്കി നമ്മുടെ ഇറച്ചി കൂട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കായ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ നെയ്യെല്ലാം വലിച്ച് കായയും ഇറച്ചിയും ഒരുപോലെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ പോർക്കിറച്ചി ഏത്തക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അങ്കമാലിക്കാരുടെ ഇഷ്ട വിഭവമാണ്. തീർച്ചയായും ഇത് കാണുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുവാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.